പ്രകൃതി സുന്ദരമാകുന്നത് കിളിനാഥൽ കൂടിയാണ്. പൂയിൽ കൂവുമ്പോൾ ഏറ്റുപോകാത്തവർ ചുരുക്കമാണ്. പക്ഷേ നമ്മളെ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളും പ്രകൃതിയിലുണ്ട്, പ്രത്യേകിച്ച് നായ്ക്കളുടെ ശബ്ദങ്ങൾ. നായ്ക്കളുടെ ശബ്ദങ്ങൾ തന്നെ രണ്ട് രീതിയിലുണ്ട്, പണക്കാരൻ്റെ വീട്ടിലെയും പാവപ്പെട്ടവൻ്റെ വീട്ടിലെയും. പണക്കാരൻ്റെ വീട്ടിലെ പട്ടിക്കുരയ്ക്ക് ഇങ്ങനെ, പാവപ്പെട്ടവൻ്റെ വീട്ടിലെ പട്ടിക്കുരയ്ക്ക ഇതിലും വ്യത്യസ്തമായ. പക്ഷെ ഏതവന്റെ വീട്ടിലെ പട്ടിയായാലും വിശന്ന് കഴിഞ്ഞ ഒരു ശബ്ദമേ ഉള്ളൂ, അത് ഈ ശബ്ദമാണ്. സ്ത്രീകളെ സംരക്ഷിക്കാനും മറ്റും ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇപ്പോഴും അവർ പല രീതിയിലും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്ത്രീ അമ്മയാണ്, ഭാര്യയാണ്, സഹോദരിയാണെന്ന സത്യം നാം മറന്നു പോകുന്നു. ഒരു കൈക്കുഞ്ഞുമായി ഒരമ്മ. ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ആ അമ്മ താരാട്ടുപാട്ട് പാടി ആ കുട്ടിയെ പാട്ടു. അങ്ങനെ ആ കുട്ടി ഉറങ്ങിപ്പോവുകയാണ്. ലൈൻ അടിക്കാൻ നമ്മളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രണയം എല്ലാ ജീവികളിലും പ്രകടമാണ്. ഒരു പെൺപൂച്ചയെ കാണുമ്പോൾ കണ്ടംപൂച്ചയ്ക്കുണ്ടാകുന്ന പ്രണയം. രാത്രിയിൽ ആ പെൺപൂച്ചയെ ലൈൻ അടിക്കാനായി കണ്ടംപൂച്ച പോകുന്നു. ഇതിനുശേഷം പെട്ടെന്ന് തന്നെ ആ പെൺപൂച്ച ഗർഭിണിയാകുന്നു. ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് ആ പെൺപൂച്ച. അതെങ്ങനെയാണ് നമുക്ക് മൂന്ന് കുട്ടികൾ. ഇനി ഇതിനെ ഞാൻ ചുമക്കണം. ഇതിനെ കിടത്താനായി ഞാൻ കൂടുണ്ടാക്കാൻ പോവുകയാണ്. പ്ലൈവുഡ് ഉപയോഗിച്ചാണ് ഞാൻ കൂടുണ്ടാക്കുന്നത്. ആക്സോ ബ്ലേഡ് കൊണ്ട് പ്ലൈവുഡ് മുറിക്കാൻ പോകുന്നു. കൂടുണ്ടാക്കി. പക്ഷെ ഇതിനെന്താ കഴിക്കാൻ കൊടുക്കുക? മുട്ട ഓംലേറ്റ് കൊടുത്താലോ? ഓംലേറ്റ് ഉണ്ടാക്കി. മനുവിന്റെ അച്ഛൻ വരുന്നെന്നാ തോന്നുന്നത്. ബുള്ളറ്റിന്റെ ശബ്ദം. അവന്റെ അച്ഛൻ വരുമ്പോ എനിക്ക് പുതിയ ഓവർകോട്ട് തരാമെന്നാ പറഞ്ഞത്. പക്ഷെ എന്റെ പഴയ ഓവർകോട്ടിന്റെ സിബ് കംപ്ലൈന്റ്. ഇപ്പോഴാണ് ഓർത്തത് ഡ്രാക്കുള സിനിമയുടെ CD ഉണ്ട്, അതൊന്നിട്ട് കണ്ടാലോ? Who are you? ഓ, കണ്ടിട്ട് പേടിയാവുന്നു. പേടി മാറ്റാൻ ഈച്ചയെ കൊണ്ടൊന്ന് പാട്ട് പാടിപ്പിച്ചാലോ? ഗ്രാഫിക്സിന്റെ മികവോടെയും മറ്റും നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചൊരു സിനിമയാണ് ഈച്ച. ആ സിനിമയുടെ അവസാനം ഈച്ച പാട്ട് പാടി ഡാൻസ് കളിക്കുന്ന ഒരു രംഗമുണ്ട്. അതേ ശബ്ദത്തിൽ ആ ഈച്ചയുടെ പാട്ട്. അപ്പോഴാണ് ഞാൻ TV-യിൽ ഒരു പരസ്യം ശ്രദ്ധിച്ച് ഞെട്ടിയത്. അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടാൽ ഞാൻ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും ഒന്ന് നടുങ്ങിപ്പോകും. അദ്ദേഹം ഒരു സീരിയൽ താരമല്ല, സിനിമാ താരമല്ല, ഒരു റേഡിയോ താരമല്ല. പക്ഷേ അദ്ദേഹത്തെ നമ്മൾ ശബ്ദത്തോടെ തിരിച്ചറിയും. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചെടുക്കാനായി ലെൻസ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരിൽ അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി, വലിയ രോഗി. ഇതിനെക്കുറിച്ച് നടൻ കൊച്ചുപ്രേമൻ ചേട്ടൻ എന്താണ് പറയാനുള്ളത് നോക്കാം. അപ്പൊ പറഞ്ഞൊക്കെ കേട്ടല്ലോ. അങ്ങനെയാണ് എല്ലാവരും പുകവലി നിർത്തിക്കണം കേട്ടു. അങ്ങനെ വലിയ രോഗിയാക്കും കേട്ടു. മച്ചമ്പിലേ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഇതോടെ എൻ്റെ എളിയ കലാ മിമിക്രി ഇവിടെ അവസാനിക്കും. നന്ദി.